ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഈസി ആയിട്ടുള്ള ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. നിങ്ങളുടെ എമൗണ്ടിനനുസരിച്ച് ഒഴിക്കുക. ഇവിടെ ഞാൻ 1 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്, അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ നെയ്യ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് സവോള ഒന്ന് അരിഞ്ഞെടുക്കാം. സവോള മീഡിയം സൈസായിട്ടാണ് അരിഞ്ഞിരിക്കേണ്ടത്, കാരണം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്ന സവോളയാണ്. അപ്പോൾ ഒരു മീഡിയം സൈസിൽ നിങ്ങൾക്ക് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരു സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനുശേഷം നെയ്യൊക്കെ ചൂടായി. അപ്പോൾ അതിലേക്ക് 2 കഷ്ണം കറുകപ്പട്ട, ഒരു 3 ഏലക്ക ഇങ്ങനെ പൊളിച്ചിടുന്നതായിരിക്കും നല്ലത്, ആ ഫ്ലേവറൊക്കെ അതിലേക്ക് ഒന്ന് ഇറങ്ങിക്കിട്ടാൻ. പിന്നെ ഗ്രാമ്പൂ, പിന്നെ നിങ്ങളുടെ കയ്യിൽ ആ സ്റ്റാർ ഉണ്ടെങ്കിൽ അതും കൂടെ അതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇത് മൊത്തത്തിലേക്ക് ഒന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതൊരു 1-2 സെക്കൻഡ് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച സവോള ഇടാം. മീഡിയം സൈസിലാണ് അരിഞ്ഞിരിക്കേണ്ടത്. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. സവോളയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് അരി ആഡ് ചെയ്യാം. അരി ഞാൻ എടുത്തിരിക്കുന്നത് ബാസ്മതി റൈസാണ്. നിങ്ങൾക്ക് ജീരകശാല അരി വെച്ച് ഉണ്ടാക്കാം. അപ്പോൾ ബാസ്മതി റൈസ് 1 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 ഗ്ലാസ് അരി ഒരു 10 മിനിറ്റ് നിങ്ങൾ സോക്ക് ചെയ്ത് വെക്കണം വെള്ളത്തിൽ. അതിന് ശേഷമാണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. എന്നിട്ട് ആ സവോളയൊക്കെ ആയിട്ടൊന്ന് മിക്സ് ചെയ്യുന്ന വരെ ഒന്ന് ആഡ് ചെയ്യാം. അതിന് ശേഷം ഇതിലേക്ക് വാട്ടർ ഒഴിക്കണം. വാട്ടർ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നൊരു അളവിലാണ് ഞാൻ ഇവിടെ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരളവിൽ ഒന്ന് ഒഴിച്ച് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്യാം. അടുത്ത അതിലേക്ക് മഞ്ഞൾപ്പൊടിയും അതുപോലെ ഉപ്പിടാം. മഞ്ഞൾപ്പൊടി ഓപ്ഷണലാണ്, ഞാൻ ഒരു കളറിന് വേണ്ടി ഇട്ടു എന്നുള്ളൂ. അതിനുശേഷം കുക്കർ അടച്ചു വെച്ച് ഒരു 2 വിസിലടിക്കുന്നവരെ കാത്തിരിക്കും. അതിനുള്ളിൽ അതിലേക്ക് ഗാർണിഷ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കറിൽ വിസിലൊക്കെ വന്നു. ഏകദേശം 2 വിസിൽ കഴിഞ്ഞ് നിങ്ങൾക്ക് കുറച്ച് നേരം വെച്ച് അപ്പോൾ തന്നെ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഒരു പാൻ എടുക്കുക, അതിലേക്ക് നെയ്യ് ഒഴിക്കുക. നന്നായി നൈസായിട്ട് അരിഞ്ഞ സവോള വറുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനനുസരിച്ച് സവോള അരിഞ്ഞിട്ട് അതിലേക്ക് ആഡ് ചെയ്യാം. കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ചെറിയ തോതിൽ പഞ്ചസാര, ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയാണ് പഞ്ചസാര ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഈ ഒരു കളർ ഒരു ബ്രൗൺ ഷെയ്ഡാകുമ്പോൾ നിങ്ങൾക്ക് എടുത്ത് മാറ്റാം. അതിനുശേഷം അതിലേക്ക് മുന്തിരി അതുപോലെ തന്നെ ബദാമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാഷ്നട്ട് വേണമെങ്കിൽ എടുക്കാം. എന്നിട്ട് അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നമ്മുടെ നെയ്ച്ചോറിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനിവിടെ സവോളയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള സവോള ഫ്രൈയും അതുപോലെ തന്നെ മുന്തിരിയും അതുപോലെ നട്ട്സൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. യൂണിഫോമായി കിട്ടുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ അവിടെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചിക്കൻ്റെ കൂടെയും പിന്നെ സലാഡ് എന്താണ് നിങ്ങളുടെ ഇഷ്ടം എന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്